ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ് ദീപക് മോഹൻ. അവിടെ ഇപ്പോൾ വീണ്ടും ഹർത്താൽ അനുകൂലികൾ വാഹനം തടയുന്നുണ്ടല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കൽപ്പറ്റ നഗരത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, UDFും കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുകയാണ്. കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിലാണ് ബസ്സുകൾ തടയുന്നത്. നേരത്തെ വൈത്തിരിയിൽ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. വയനാടിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ മേപ്പാടിയിലും സുൽത്താൻ ബത്തേരിയിലുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട്. പോലീസ് ഇടപെട്ട 10 മിനിറ്റിലധികം വാഹനങ്ങൾ തടഞ്ഞതിന് ശേഷം പിന്നീടാണ് പോലീസ് ഇടപെട്ട കടത്തിവിടുന്നത്. രാവിലെ വയനാട്ടിലേക്കുള്ള ചുരം കവാടത്തിൽ ലക്കിടിയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട ബലം പ്രയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഇവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, KSRTC ബസ്സുകൾ മാത്രമാണ് വയനാട് ജില്ലയിൽ ഇപ്പോൾ സർവീസുകൾ നടത്തുന്നത്. പ്രൈവറ്റ് ബസ് വയനാട് ജില്ലയിൽ സർവീസ് നടത്തുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഒപ്പം ഹർത്താൽ അനുകൂലികളായിട്ടുള്ള ആളുകൾ ഇവിടെ വാഹനങ്ങൾ തടയുകയാണ്. ഹർത്താൽ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഹർത്താൽ ജനങ്ങൾ വളരെയധികം സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. അതേപോലെ നാമവിശേഷമായ മാത്രങ്ങൾ വാഹനമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നൊക്കെ നിങ്ങൾ രാവിലെ പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്താ? തീർച്ചയായും വനം വകുപ്പ് മന്ത്രി ഒരു നോക്കുകുത്തിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. വയനാട്ടിൽ നമുക്കറിയാം, ദൈനംദിനം ആളുകൾ മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു നടപടിയും സ്വീകരിക്കാതെ ഇരു സർക്കാരുകളും നോക്കുകുത്തിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് UDF ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഇതാ അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് കൽപ്പറ്റയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ്. അതിന് തൊട്ടു പുറകിലേക്ക് നിരവധി ബസ്സുകളുണ്ട്. കൽപ്പറ്റ ചുങ്കം ജംഗ്ഷൻ മുതൽ SKMJ സ്കൂൾ റോഡ് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ നിരവധി ബസ്സുകളും വലിയ വാഹനങ്ങളടക്കം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആ ഭാഗത്തൊക്കെ പോലീസ് ഹർത്താൽ അനുകൂലികളെ അനുനയിപ്പിച്ച് വാഹനങ്ങൾ കടത്തിവിടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രാവിലെ 6 മണിക്കാണ് വൈത്തിരിയിൽ, അതായത് ലക്കിടിയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞത്. അവിടെ നിന്ന് പിന്നീട് അവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റി. മേപ്പാടിയിലും സമാനമായ രീതിയിൽ തന്നെ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന ഒരവസ്ഥയുണ്ടായി. അവിടെയും പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. നിലവിൽ കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നത്. തുടക്കത്തിൽ 2 കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 10ലധികം ആളുകൾ എത്തിത്തുടങ്ങി. ചുങ്കം ജംഗ്ഷനിലും ഒപ്പം കൽപ്പറ്റയുടെ മറ്റ് ഇടങ്ങളിലുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ ഹർത്താലിനോടനുബന്ധിച്ചുള്ളത്. കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായി അടഞ്ഞു തന്നെ കിടക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നലെ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. അതുപോലെ തന്നെ റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങളുണ്ട്. സ്വകാര്യ ബസ് സർവീസ് നടത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇരുചക്ര വാഹനങ്ങളും ഒപ്പം ടാക്സിയും അവശ്യ സർവീസുകളൊക്കെ തന്നെ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അരുൺ.